സോ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനോമൻ വിത്ത് അക്യുസാറ്റീവിൻ്റെ എക്സാമ്പിൾസ് ആണ്. പേഴ്സണൽ പ്രൊനോമൻ വിത്ത് അക്യുസാറ്റീവിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ അതിന് ഞാൻ എടുത്തിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇഷ് ഹാബ് eine Geschenk für dich. Ich habe ein Geschenk für dich. I have a gift for you. സോ ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇഷ് ആണ്, വിച്ച് ഇസ് നോമിനേറ്റീവ്. ദിഷ് എന്ന് പറയുന്നത് അക്യുസാറ്റീവ് ആണ്. അക്യുസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു. സോ ഇതിൽ ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു. യു എന്ന് പറയുന്നതാണ് അക്യുസാറ്റീവ്. സോ അതുകൊണ്ട് അതിൽ ദിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇഷ് എന്ന് പറയുന്നത് നോമിനേറ്റീവ് ആണ്. ഐൻ്റെ പകരമാണ് ഇഷ്. സെക്കൻഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇഷ് ലാഡ് ദിഷ് സോ പാർട്ടി ഐൻ. സോ ഐ ഇൻവൈറ്റ് യു ഫോർ ദ പാർട്ടി. സോ ഇവിടെ ഇഷ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, വിച്ച് ഇസ് നോമിനേറ്റീവ്. ആൻഡ് ദിഷ് എന്ന് പറയുന്നത് അക്യുസാറ്റീവ് ആണ്, വിച്ച് ഇസ് യുവിൻ്റെ ട്രാൻസ്ലേഷൻ ആണ്. സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മൾ നേരത്തെയൊക്കെ ദു എന്നല്ലേ പഠിച്ചിട്ടുള്ളത്, ഇവിടെ ദു യൂസ് ചെയ്തുകൂടെ, ദു യൂസ് ചെയ്താൽ തെറ്റാണോ എന്നൊക്കെ. തെറ്റാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ വൈ. സോ ഈ എക്സാമ്പിൾ എടുക്കാം. ഇഷ് ലാഡ് ദു സു പാർട്ടി ഐൻ. ഈ എക്സാമ്പിളിൽ നിന്ന് ദിഷിന് പകരം നമ്മൾ ദു മാത്രം ഇട്ടെന്ന് വെച്ചോ. ഈ ദു എന്ന് പറഞ്ഞത് നോമിനേറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമനാണ്. ദിഷ് എന്ന് പറയുന്നത് അക്യുസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമനാണ്. നോമിനേറ്റീവ് ഇസ് സബ്ജക്റ്റ്, അക്യുസാറ്റീവ് ഇസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇപ്പോൾ ഇഷ് ലാഡ് ദു സു പാർട്ടി എന്ന് വെച്ചാൽ ഈ രണ്ടും സബ്ജക്റ്റ് ആണ്. ഒരു സെൻറ്റൻസിൽ രണ്ട് സബ്ജക്റ്റ് വരാൻ സാധ്യത ഇല്ല. ഒരു സെൻറ്റൻസിൽ നമ്മൾ രണ്ട് സബ്ജക്റ്റ് വെക്കാനും പാടില്ല. കാരണം ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, സബ്ജക്റ്റിനും ഓബ്ജക്റ്റിനും ഡയറക്റ്റ് ഓബ്ജക്റ്റിനും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റിനും. പക്ഷേ ജർമ്മനിന് വരുമ്പോൾ സബ്ജക്റ്റിന് തനിയാണ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റിന് തനിയാണ്, ഡയറക്റ്റ് ഓബ്ജക്റ്റ് തനിയാണ്. സോ അതുകൊണ്ടാണ് ഇഷ് ലാഡ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് വരുമ്പോൾ ദിഷ് സു പാർട്ടി ഐൻ. നിങ്ങൾക്ക് ദുവിൻ്റെയും ദിഷിൻ്റെയും ഡിഫറൻസ് മനസ്സിലായെന്ന് കരുതുന്നു. സോ എൻറ്റയർലി പേഴ്സണൽ പ്രൊനോമൻ വിത്ത് ഡാറ്റീവ് എന്നുള്ള നോക്കി, അക്യുസാറ്റീവും എക്സാമ്പിളിൻ്റെ കൂടെ നോക്കി. സോ അത്രയേ ഉള്ളൂ. അടുത്ത ഗ്രാമർ ക്ലാസ്സിൽ നമുക്ക് നോക്കാം.